നമ്മൾ നേരത്തെ പറഞ്ഞ ഈശ്വരാരാധന അല്ലെങ്കിൽ നാമജപം മന്ത്രജപം എന്താണത്? നിരന്തരമായിട്ട് നമ്മൾ ഒരു പുണ്യനാമത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ആവർത്തനം, അതിനെയാണ് നമ്മൾ നാമജപം. അതിനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക, ഡോസ് കൂടിയതാണ് മന്ത്രജപം. അപ്പോൾ സ്ഫുടം ചെയ്തെടുത്തത് നല്ല ഡോസായിരിക്കും. ഡൈല്യൂട്ട് ചെയ്യുന്നതാണ് നാമജപം. മന്ത്രജപം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള നല്ല ഡോസിലുള്ളതാണ്. എളുപ്പത്തിൽ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഒരു നാമം കുറേ സമയം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് എന്ത് മാറ്റാണ് ഉണ്ടാകുക എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. ഇവിടെയാണ് നമ്മൾ നേരത്തെ ശാസ്ത്രവും, അതായത് ആധുനിക സയൻസും നമ്മുടെ അധ്യാത്മവിദ്യയും തമ്മിലുള്ള വ്യത്യാസം ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ജനറേഷന്, എല്ലാവരും അല്ല, ഇപ്പോഴത്തെ കുട്ടികളിൽ തന്നെ നന്നായിട്ട് ആത്മീയത അതിലേക്ക് അല്ലെങ്കിൽ ആത്മീയതയിലൂടെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. യുവാക്കളായാലും യുവതികളായാലും നല്ല രീതിയിൽ അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളവരുണ്ട്. അതല്ലാത്ത കുറച്ച് പേരുണ്ട്, എന്തിനേയും ഏതിനേയും ശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്ത് ചോദ്യം ചെയ്യുന്നവർ. അതിന് ഏറ്റവും നല്ല ഉത്തരം എനിക്ക് തോന്നിയത്, ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതും ഇതിൽ തോന്നിയത്, ശാസ്ത്രം ഇന്ന് എല്ലാ രംഗങ്ങളിലും ഭയങ്കരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഫീൽഡിലും അല്ല, സയൻസിൻ്റെ ഒരു പ്രഭാവം കണ്ടിട്ട് നമ്മൾ തന്നെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഇതേ സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഉപകരണമാണ് ടോണോസ്കോപ്പ് എന്ന് പറഞ്ഞത്. എന്താണ് ടോണോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള യന്ത്രം? അതായത് ശബ്ദതരംഗങ്ങളെ ദ്വിമാന തലത്തിലുള്ള ചിത്രീകരിക്കുക. അതായത് 2 ഡയമെൻഷൻ, നമ്മൾ പറയല്ലോ 3 ഡയമെൻഷനിൽ അങ്ങനെ, അതുപോലെ 2 ഡയമെൻഷനിലായിട്ട് ചിത്രീകരിക്കുക, ഗ്രാഫിക്കായിട്ട് ചിത്രീകരിക്കുന്ന ഒരു യന്ത്രമാണ് ശരിക്കും ഈ പറഞ്ഞ ടോണോസ്കോപ്പ് എന്ന് പറയുന്നത്. ശാസ്ത്രം നമ്മൾ ശ്രദ്ധിക്കുക, ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ടോണോസ്കോപ്പ് എന്ന് പറഞ്ഞ യന്ത്രത്തിന്റെ പ്രത്യേകത ശബ്ദതരംഗങ്ങളെ 2 ഡയമെൻഷനിലായിട്ട് ചിത്രീകരിക്കുന്ന ഉപകരണമാണ്. ഈ ഉപകരണത്തിൽ സാക്ഷാൽ ലളിത ത്രിപുരസുന്ദരി ദേവിയുടെ മൂലമന്ത്രമായിട്ടുള്ള ഓം ഹ്രീം ലളിതാംബികായൈ നമ എന്ന മന്ത്രം യഥാവിധി ഉച്ചരിച്ചപ്പോൾ, ഈ യഥാവിധി എന്ന് പറയുമ്പോൾ നമ്മളൊരു മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രം ജപിക്കേണ്ട ഒരു രീതിയുണ്ട്, സ്റ്റൈല്. അതുകൊണ്ടാണ് അത് യഥാവിധി എന്ന് പറയുന്നത്. വെറുതെ വായ തോന്നിയതുപോലെ പറയല്ല. അത് യഥാവിധി ഉച്ചരിച്ചപ്പോൾ, ഈ യന്ത്രത്തിന് മുന്നിൽ വെച്ച് ഉച്ചരിച്ചപ്പോൾ ഇതിൽ തെളിഞ്ഞു വന്ന ഗ്രാഫിക് ചിത്രം, ഈ കേട്ട ശബ്ദം 2 ഡയമെൻഷണൽ ഗ്രാഫിക്കായിട്ട് തെളിഞ്ഞു വന്നത് ശ്രീചക്രമായിരുന്നു. അപ്പോൾ ശാസ്ത്രം പുരോഗമിക്കുന്നതിനുമൊക്കെ എത്രയോ മുമ്പ്, അനാദികാലം മുതൽ സാക്ഷാൽ ശക്തി ശ്രീ പരമേശ്വരി ദേവി അല്ലെങ്കിൽ ലളിതാംബിക എന്താണെന്നും ശ്രീചക്രം എന്താണെന്നും നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ശാസ്ത്രം കണ്ടുപിടിച്ച ഉപകരണം വെച്ചിട്ടാണ് നമ്മൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ശാസ്ത്രത്തിന് ഇനി എന്ത് മറുപടിയാണ് നൽകാനുള്ളത്? ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രം നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം ശാസ്ത്രം ഒരു മനുഷ്യന് എങ്ങനെ ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്ന ഒരു കാര്യം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല തന്നെയാണ്. അതിന് നമ്മളുടെ അധ്യാത്മവിദ്യ, നേരത്തെ പറഞ്ഞ ആത്മീയത തന്നെ ലൈഫിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുക തന്നെ വേണം. അതിൽ യാതൊരു തർക്കവും ഇല്ല. പല രീതിയിലും തർക്കിക്കാൻ വരുന്നുണ്ടെങ്കിലും ഫൈനലി ഒറ്റ ചോദ്യമേ ഉള്ളൂ, ശാസ്ത്രം ഒരു മനുഷ്യന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തരാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പലപ്പോഴും ശാസ്ത്രത്തിന് അത് ശാസ്ത്രത്തിന്റെ കുറവായിരിക്കില്ല, അതുപോലെ തന്നെ നമ്മുടെ ആചാരങ്ങളുടെ കുറവുമായിരിക്കില്ല. ഇതൊന്നും ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളും കഴിവുകളും ഉണ്ട്. ഒന്നും ഒന്നിനേക്കാളും മികച്ചതും അല്ല കുറഞ്ഞതും അല്ല. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ തർക്കം വരുന്നത്. അപ്പോൾ നമ്മൾ സപ്തവർണ്ണങ്ങൾ 7 നിറങ്ങളും കൂടി ചേരുമ്പോൾ വൈറ്റ് കളറായി മാറും. ഇവിടെ ഈ ശ്രീചക്രത്തിലും സാക്ഷാൽ ത്രിപുരസുന്ദരി ഇരിക്കുന്ന ഒരു പോയിന്റിലാണ്. ആ ശ്രീചക്രത്തിന്റെ ഒരു ബിന്ദു ഉണ്ട്. അത് ഈ ജന്മം കൊണ്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല. എനിക്കൊന്നും അതിന് എത്ര ജന്മം എടുത്താലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു അറിയില്ല. പക്ഷെ അറിയാവുന്നൊരു ചെറിയ കാര്യം പ്രസന്റ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അതാണ് മന്ത്രജപത്തിന്റെ അല്ലെങ്കിൽ നാമജപത്തിന്റെ പ്രത്യേകത. ഇനി ഒരു മന്ത്രജപം എങ്ങനെ നമുക്ക് സിദ്ധിയാകുന്നു, അല്ലെങ്കിൽ മന്ത്രജപം കൊണ്ട് എങ്ങനെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താം, നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ എന്തുകൊണ്ട് വന്നു, ഇതെല്ലാം നമ്മൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ എനിക്ക് അറിയാവുന്ന എൻ്റെ ഭാഷയിൽ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തതാണ്. എന്തായാലും നല്ല കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളുമായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. താങ്ക് യു.